ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അത് മരിച്ചിനി അല്ലെങ്കിൽ കപ്പയും അരിപ്പൊടിയും കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കറിലിട്ട് അതിൽ മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിൽ കൊടുക്കാമേ. 5 വിസിൽ പോയതിന് ശേഷം കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം ഇത് വെള്ളമൊക്കെ ഒന്ന് അരിച്ച് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. വെള്ളം ഇല്ലാതെ തന്നെ എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് അധികം എണ്ണയൊന്നും കുടിക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പം എണ്ണയൊന്നും ഇല്ല, വെള്ളമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അതങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് എല്ലാം കൂടെ ഒന്ന് വിരകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അരിപ്പൊടിയും മരിച്ചിനിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ചെറുതായിട്ടുള്ള ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി അരിപ്പൊടിയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആ മരിച്ചിനിക്ക് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ അതായത് ഒരു 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ അരിപ്പൊടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിട്ട് നല്ലോണം അങ്ങ് വിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാമേ. മിക്സിയുടെ ജാർ വെച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു 2-3 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണ പട്ട, ഒരു കുറച്ച് പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു വറ്റൽമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇതേപോലെ ക്രിസ്പി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മരച്ചിനിയിലോട്ട് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കി വരുമ്പോഴത്തേക്കും എന്തായാലും മരിച്ചിനി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് പറയില്ല കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ മരിച്ചിനിയും ഇളക്കിയും ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ തന്നെ മരിച്ചിനിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മരിച്ചിനിയും മുട്ടയും കൊണ്ടൊരു അടിപൊളി റെസിപ്പി മസ്റ്റായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അത് നല്ലൊരു മണം കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അതങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് സവാളയും നമ്മൾ തയ്യാറാക്കിയ മിക്സിയിൽ അരച്ചെടുത്തില്ലേ ആ ഒരു കൂട്ടും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ സവാളയൊക്കെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് കിട്ടുമേ. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. മരിച്ചിനെയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ സിമ്പിളായിട്ട് കഴിച്ചോളും കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. ഇതിന് മുൻപോട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്സ് റെസിപ്പീസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ വെക്കേഷൻ സമയമാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് മസ്റ്റായിട്ടും അതൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ടും അറിയിക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടകി കൊടുക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടകിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മരിച്ചിനി കുറച്ചെടുത്ത് നമുക്ക് കയ്യിലിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈയുടെ നടുക്ക് വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാമേ. അപ്പോൾ ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുട്ടിയെടുത്തതിന് ശേഷം നടുക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈവിരൽ കൊണ്ട് നമുക്കത് പ്രസ് ചെയ്ത് നമുക്കത് ഇതേപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഉഴുന്ന വട പോലെ ഒന്ന് തയ്യാറാക്കാനായിട്ട് നടുക്കൊരു കൈ കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടല്ലോ, നമ്മൾ കുറച്ച് പോർഷൻ ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ നടുക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴത്തേക്കും കൈ ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് നനച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ കയ്യിലൊന്ന് ഒട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് കൈ ഒന്ന് എണ്ണയിലൊന്ന് മുക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും അങ്ങ് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയുള്ളതെല്ലാം അതേപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ കേട്ടോ. അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണേ. അപ്പോൾ അത് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം കേട്ടോ. നമ്മൾ അധികം നമ്മൾ നേരത്തെ മരിച്ചിനെയൊക്കെ വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. കുറച്ച് നമ്മൾ ആ ഒന്ന് വേവിച്ചെടുക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പലഹാരത്തിൽ അധികം എണ്ണയൊന്നും കാണില്ല കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉഴുന്ന് വട പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. മരിച്ചിനി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് എന്തായാലും തോന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതങ്ങ് മാറ്റാം. ബാക്കിയുള്ള മാവ് നമുക്ക് അതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കാമേ. ഇത് ഞാൻ ചെറിയൊരു ഉഴുന്ന് വടയുടെ ഷേപ്പിൽ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നടുക്ക് ഹോളിടാതെ ഒരു കട്ട്ലറ്റ് പോലെയോ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കാം. നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മളൊന്ന് വിട്ടിട്ട് അതിന് ശേഷം വേണം നമ്മൾ തവി കൊണ്ടൊന്ന് ഇളക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ സ്ഥിരമായിട്ട് മരിച്ചിനി ഇളക്കിയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്